കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഭക്തിയും വിശ്വാസവും ഒത്തുചേരുന്ന ശബരിമലയിൽ അയ്യപ്പന്റെ സ്വത്തിൽ കൈയിട്ട് വാരിയത് ആരെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സന്നിധാനത്തിൽ ദ്വാരപാലകരുടെ കവചങ്ങൾ നന്നാക്കാൻ കൊണ്ടുപോയപ്പോൾ 4 കിലോയോളം സ്വർണം കാണാതായെന്നാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം. കേവലം ഒരു വാർത്താ റിപ്പോർട്ട് എന്നതിലുപരി സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിസ്സംഗതയെ തുറന്നുകാട്ടുന്ന ഗുരുതരമായ വിഷയമാണിത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിനെതിരെ ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് ഈ വിവാദത്തിന്റെ ചുരുളഴിയുന്നത്. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും കോടതിയുടെ മുൻകൂർ അനുമതിയോടെ മാത്രമേ ചെയ്യാവൂ എന്ന കർശന നിർദ്ദേശം നിലവിലുണ്ടായിട്ടും ദേവസ്വം ബോർഡ് ഇത് ലംഘിക്കുകയായിരുന്നു. കോടതിയുടെ കണ്ണ് വെട്ടിച്ച് ആരും അറിയാതെ ഈ പാളികൾ കടത്തിക്കൊണ്ടുപോയത് എന്തിനെന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. എന്നാൽ ഇതിനെല്ലാം മറുപടി എന്നോണം ദേവസ്വം ബോർഡ് പറഞ്ഞത് കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് സ്വർണം കൊണ്ടുപോയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ്. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർക്ക് നിയമപരമായ കാര്യങ്ങളിൽ അറിവില്ലെന്ന് പറയുന്നത് അത്ര വിശ്വസനീയമായി തോന്നുന്നില്ല. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത്. 1999 42 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ഈ പാളികൾ ഇപ്പോൾ 38 കിലോഗ്രാമായി കുറഞ്ഞിരിക്കുന്നു. 4 കിലോ സ്വർണം എവിടെ പോയി? ഇതിന് ആര് ഉത്തരം പറയും? ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയാണോ അതോ അതിനപ്പുറം ഒരു തട്ടിപ്പ് ഇതിൽ നടന്നിട്ടുണ്ടോ? പഴയ പരമ്പരാഗത രീതിയിലുള്ള സ്വർണം പൂശൽ മാറ്റി നാനോ ടെക്നോളജി ഉപയോഗിച്ചത് എന്തിനാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. സാധാരണയായി സ്വർണത്തിന്റെ തിളക്കം കൂട്ടാൻ നാനോ ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിന് കട്ടിയുള്ള സ്വർണം ആവശ്യമില്ല. ഇത് ക്ഷേത്ര ആചാരങ്ങളെയും പാരമ്പര്യത്തെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഒരു വശത്ത് ക്ഷേത്രത്തിന്റെ കോടിക്കണക്കിന് വരുമാനം ലഭിക്കുമ്പോൾ മറുവശത്ത് ഈ വരുമാനം എങ്ങനെയാണ് ചെലവഴിക്കപ്പെടുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർ വഴിപാടായി നൽകുന്ന സ്വർണത്തിന്റെ കണക്കെടുപ്പിൽ പോലും വീഴ്ച വരുത്തിയ ദേവസ്വം ബോർഡിന്റെ നടപടി സംശയത്തിന് ഇട നൽകുന്നുണ്ട്. ഈ സംശയം ക്ഷേത്ര സ്വത്തുക്കളുടെ സുതാര്യതയെക്കുറിച്ചും അത് കൈകാര്യം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു.